പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, വാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥത തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഗീതം പാടാ തിരുനാമത്തെ വാഴ്ത്താ സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 കഴിഞ്ഞ് 2:30 വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ രക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭയുടെ വിവേചന അധികാരം പഠിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണം. പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുത്ത് പഠിക്കുന്നതിനുള്ള വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള പുരോഗമിക്കാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. സ്നേഹമേ, സ്നേഹമേ ആരാധനയും സ്തുതിയും പുകഴ്ചയും പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും കൂടുതൽ അനുഭവിക്കുവാൻ ദൈവശക്തി കൈവരിക്കുവാൻ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അലിവുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ ദിവ്യകാരുണ്യ സ്നേഹമേ, സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമേ, സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക്
അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയപ്പെട്ടവരുടെ നിയോഗം ഇപ്പോൾ പറയാവുന്നതാണ്. ഉടമ്പടി ചെയ്തവര് ഉടമ്പടി നിയോഗങ്ങളാണ് പറയേണ്ടത്. ഉടമ്പടി ചെയ്യാനിരിക്കുന്നവര് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളാണ് പറയേണ്ടത്. തലയോട്ടിയുടെ പകുതി വരെ കഷണ്ടി കയറി പോയവരുണ്ട്. അവരെ വിഷയത്തിൽ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പ്രത്യേകം ആഗ്രഹിക്കുന്നു. കാര്യമായി ആരാധനയിൽ അവർ സൗഖ്യം പ്രാപിക്കാനുള്ള കൂടുതൽ ദൈവികമായ സന്ദേശമുണ്ട്. അതുപോലെ തന്നെ അകത്ത് പഴുത്തിരിക്കുന്നവർ, കുടൽ പഴുത്തിട്ട് ഒരു ചെറിയ ഒരു ഇളം ചാരയും പച്ചയും നിറത്തിൽ കാണുന്ന കുടലിൻ്റെ ഭാഗങ്ങൾ, അതാണ് റിപ്പോർട്ടിൽ കാണാൻ സാധ്യതയുള്ളത്. അകത്ത് പഴുത്തിരിക്കുകയാണ്, ചാരയും പച്ചയും. പച്ചയെന്ന് വെച്ചാൽ കരിമ്പച്ചയല്ല, ഒരു ചമണ്ടൻ ചാണാപ്പച്ച കളറ്. അതിനേക്കാളും മങ്ങിയ ഒരു കളറാണ്. അകത്ത് പഴുത്തിരിക്കുന്നതാണ്. വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള രോഗങ്ങളുള്ള ഉദരഭാഗമാണ് കാണിക്കുന്നത്. അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉരിഞ്ഞു കളയണമെന്ന് തോന്നുന്ന മാനസിക വിഭ്രാന്തിയുള്ളവരെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് കാണിക്കുന്ന യാത്രക്കാരെല്ലാം പ്രാർത്ഥിക്കേണ്ടതാണ്. കുറേ നാളായിട്ട് യാത്ര അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നത് ലോക്ക്ഡൗൺ ആയതുകൊണ്ടല്ല, ഒരു സംരംഭം പരാജയപ്പെടുന്നുവെന്ന് കണ്ടിട്ട് അതിലേക്കുള്ള എല്ലാവിധ ഇടപെടലുകളും അങ്ങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. പോക്കുവരവുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. അത് ആ വിഷയമെല്ലാം വീണ്ടും പൊടി തട്ടി വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സന്ദേശത്തിൽ കാണുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇത് ഉടമ്പടി നിയോഗം സമർപ്പിക്കുന്ന സമയമാണ്. അസ്ഥികളെ ഈശോ കാണിക്കുന്നുണ്ട്. അസ്ഥികളെന്ന് വെച്ചാൽ വെറുതെ കുട്ടികൾ ഉടന്ന അസ്ഥിയല്ല, ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി, അത് തുടയുടെ അസ്ഥിയാകാം. അതിൻ്റെ അറ്റങ്ങൾ മുകളിലോ താഴെയോ കടിക്കാം എന്ന് ചിലപ്പോൾ ഇതായിരിക്കും. ചിലപ്പോൾ അതായത് അത് തേയ്മാനമുള്ള കപ്പിളിന് തേയ്മാനമുള്ള എന്തെങ്കിലും കേസായിരിക്കും. അത് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അസ്ഥി കുഴകളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. 7 എന്നും ഇംഗ്ലീഷ് അക്ഷരം 6 എന്നും കർത്താവ് പ്രത്യേകം കാണിക്കുന്ന, അതിനോട് ബന്ധപ്പെട്ട നമ്പറുകൾ, അപേക്ഷകൾ, പേരുകളെല്ലാം പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കഴിയണമേ. ശ്രുതികട ഹല്ലേലൂയ. സ്വർഗീയ ദർശനങ്ങൾക്ക്, സൗഖ്യ വെളിപ്പെടുത്തലുകൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗീതം പാടാം ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം.
കൃത്യമായിട്ട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഓ ദിവ്യകാരുണ്യ സ്നേഹം, സ്നേഹമേ ഇടത് കാലിന് തൊട്ട് മുട്ടിന് മുകളിലെ പുറകുവശത്തായി ഇടതുവശത്തായിട്ട്, അതായത് ഇടത് കാലിന് മുട്ടിന് മുകളിൽ വീണ്ടും ഇടതുവശത്തായിട്ട് ഒരു 7 സെൻറ്റിമീറ്റർ നീളത്തിൽ 6 സെൻറ്റിമീറ്റർ വീതിയിലും ഒക്കെ ഇങ്ങനെ എന്തോ അടി കൊണ്ട് നമ്മൾ പൊള്ളിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ കിടക്കത്തില്ലേ, അതായത് ഇങ്ങനെ വയലറ്റ് പാടായിട്ട് കിടക്കത്തില്ലേ, അതുപോലെ പാടിനെയാണ് കാണിക്കുന്നത്. ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പ്രത്യേകം ആവശ്യപ്പെടുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. സ്നേഹമേ ആരാധന, ഗീതം പാടാ തിരുനാമത്തെ വാഴ്ത്താ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേ. ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹത്തോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ നിങ്ങൾ അതിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ പീഡാനുഭവങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഒരു വെളിപ്പെടുത്തൽ ആരാധനയാണ്. കാര്യം കർത്താവിൻ്റെ മുൾക്കിരീടവും ആ മുൾക്കിടം നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവിൻ്റെ തിരുനെറ്റിയിൽ ആഴ്ന്നിങ്ങനെ കിനിഞ്ഞിറങ്ങുന്ന കണ്ടിട്ട് ആണ് പരിശുദ്ധാത്മാവ് ഈ മേഖല ആരാധിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ മുൾക്കിടത്തൊഴുകുന്ന വിശുദ്ധമായ രക്തത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിലത്ത് വീണ നിമിഷങ്ങളിൽ, ലോകത്തിൻ്റെ രക്ഷാർത്ഥമുള്ള കുരിശിൻ്റെ വഴികളിൽ കർത്താവ് നിലത്ത് വീണ നിമിഷങ്ങളിൽ അമ്മക്കിടം കർത്താവിൻ്റെ തിരുനെറ്റിയിൽ ആഴ്ന്നിറങ്ങുകയും കർത്താവിൻ്റെ മൂക്ക് ചതഞ്ഞു പോവുകയും മുഖം വിരൂപമാവുകയും ചെയ്ത ആ ദിവ്യമുഖത്തെ ഓർത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാം അനാദികാലം മുതൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ച അവിടുത്തെ നിരതദ്രവ്യമായ കരുതൽ കാരുണ്യമാണെന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യന് വേണ്ടി ഇത്രയും സഹിക്കേണ്ടി വരുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് അവൻ സൃഷ്ടിച്ചു. അതാണ് കർത്താവിൻ്റെ സ്നേഹം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമേ അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേ. സന്തോഷത്തോടെ സ്നേഹമേ അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേ. കർത്താവിൻ്റെ ദിവ്യകാരുണ്യമാണ് അവിടുത്തെ മുളുക്കിടമായിട്ട് തിരുവിലാവിൽ മുറിവായി കരചരണങ്ങളിലെ പഴുതായി നമ്മളിലേക്ക് വെളിപ്പെട്ടത്. ദൈവത്തിൻ്റെ കാരുണ്യമാണ്.
അതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുവിലാല മുറിവും നമ്മോടുള്ള കാരുണ്യമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ തിരുവിലാവിലെ മുറിവ് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സ്രോതസ്സാണെന്ന് അറിഞ്ഞുകൊണ്ട് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്വസ്ത്രമേ ഏറ്റവും ആരാധ്യമായത് കർത്താവിൻ്റെ തിരുപ്പങ്കപ്പാടുകളാണ്. തിരുപ്പങ്കപ്പാടുകൾ അവൻ നമുക്ക് വേണ്ടി മുറിവായത്, അവൻ നമുക്ക് വേണ്ടി വ്രണമായത് നമ്മുടെ ആരാധനയുടെ വിഷയമാണ്. ആ ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദിവ്യകാരുണ്യമാണ്. കർത്താവെ പ്രാർത്ഥിക്കുക. കർത്താവേ അങ്ങയുടെ മുട്ടുപൊട്ടി ചോര ഒഴുക്കി അവിടെ മണ്ണ് കപ്പി അങ്ങ് വേദന അനുഭവിക്കുകയും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലെ ചമ്മട്ടി അടിയേറ്റുകൊണ്ട് ശരീരങ്ങള് പറിച്ചു കീറപ്പെട്ടിട്ടുള്ള ഓരോ അവസ്ഥകളെയും കാരുണ്യമായി കർത്താവേ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പത്രോസ് തകർന്നു പോയപ്പോഴേ, കോഴി കൂവിയപ്പോഴേ അവൻ പത്രോസിനെ നോക്കി. കർത്താവിൻ്റെ കടാക്ഷം കാരുണ്യമാണ്. ദൈവകരുണയുടെ സമാശ്വാസം, പാപക്ഷമയുടെ സമാശ്വാസം അവൻ പത്രോസിന് നൽകി. അത് സഭയോടുള്ള നോട്ടമാണ്. ആ കാലങ്ങളിലെല്ലാം തൊട്ട് ഈ കാലങ്ങൾ വരെ നിന്നാപമാനങ്ങൾ സഭയിൽ നേരിട്ടിട്ടുള്ള പത്രോസിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങളെപ്പോലെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തികളിലും കർത്താവിനോട് ചെയ്തിട്ടുള്ള തള്ളിപ്പറച്ചിലിനെ ഓർത്തുകൊണ്ട് അവൻ ഞങ്ങളെ കാരുണ്യത്തോട് നോക്കുന്നു. ശുശ്രൂഷകരെ കാരുണ്യത്തോട് നോക്കുന്നു. ആ കാരുണ്യം ദിവ്യകാരുണ്യമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമേ സ്തോത്രമേ കർത്താവിൻ്റെ കരചരണങ്ങളെ, അതിൻ്റെ ആണിപ്പഴുതുകളെ നമ്മൾ ആരാധിക്കുന്നു. കർത്താവെ ഞങ്ങളിപ്പോൾ കുമ്പിട്ട് ആരാധിക്കുന്നു, സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുത്ത്. കർത്താവെ ഈശോ അങ്ങയുടെ കരചരണങ്ങളിലെ ഓരോ ആണിപ്പഴുതുകളും ദിവ്യകാരുണ്യമാണ്, കാരുണ്യത്തിൻ്റെ അടയാളമാണെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേയ്ക്കായിരം സ്തോത്രമേ. ദിവ്യകാരുണ്യ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേയ്ക്കായിരം സ്തോത്രമേ. അങ്ങേക്കൊരായിരം ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേയ്ക്കായിരം സ്തോത്രമേ. ഹൃദയത്തിൽ പതഞ്ഞു നുരഞ്ഞുകൊണ്ട് ഓ ദിവ്യകാരുണ്യ സ്നേഹമേ
സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഓരോ മകനെയും മകളെയും ഇപ്പോൾ ആരാധന കൂടുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കണമേ. യേശുവേ സ്വസ്ഥമല്ലേയ. വൈരാഗ്യ ബുദ്ധിയോടുകൂടി കണ്ടാൽ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ് ഉള്ള വൈരാഗ്യ ബുദ്ധിയോടെ നിന്റെ പ്രതിയോഗിയോട് ശത്രുതാ മനോഭാവത്തോടെ ഇരിക്കുന്ന വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ദയവായി ഈ ആരാധനയിൽ അവരെ പരിപൂർണമായി ആയുധം വെച്ച് കീഴടങ്ങണ പോലെ, എൻ്റെ കർത്താവേ, എൻ്റെ ജയമല്ല, നീയാണ് ഇന്ന് ജയിക്കേണ്ടത്. എൻ്റെ കർത്താവേ, നീ ഇന്ന് ജയിക്കുവാൻ വേണ്ടി നിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ശത്രുവിനോട് ക്ഷമിക്കുന്നു എന്ന് പറയാൻ ഈശോ ആഗ്രഹിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിന്നെ കൂടുതൽ ഉപരി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, നിനക്ക് പാപക്ഷമ നൽകുന്നതിന് വേണ്ടി ശത്രുവിനോട് ക്ഷമിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഇത് ഡിസംബറിൽ തുടങ്ങിയ വൈരാഗ്യമാണെന്ന് കർത്താവ് വേറെ ഒരു ദർശനത്തോട് നൽകുന്നുണ്ട്. ഇത് ഡിസംബറിൽ തുടങ്ങിയ വൈരാഗ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ പേഴ്സണാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ആ പെർട്ടിക്കുലർ പേഴ്സണാണ് ഇപ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ അനുതാപത്തിന് വേണ്ടി പാപക്ഷമ സ്വീകരിക്കേണ്ടത്, അനുതാപത്തിന് വേണ്ടി യാചിക്കേണ്ടത്, അനുതാപത്തിന് വേണ്ടി യാചിക്കേണ്ടത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ശത്രുക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കാൻ അരുളിച്ചെയ്ത നാഥാ, വെളിപ്പെടുത്തൽ നന്ദി പറയുന്നു. ഈശോയെ അമ്മയ്ക്ക് മാനസാന്തരം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എപ്പോഴും ദൈവ തിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവരെന്ന് പറഞ്ഞു കൊടുന്ന ഒരു വചനമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന വചനമാണ്. ഞാൻ ആരാധനയ്ക്കായി ഇങ്ങോട്ട് കയറുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വചനമാണ്. ദൈവ തിരുസന്നിധി ശരണം ഗമിക്കുന്നവർ, അതൊരു പ്രത്യേക വർഗം മനുഷ്യരാണ്. ദൈവ തിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവർ, വിശ്വാസിക്ക് വേറൊരു പേരാണത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാൻ ആ വചനങ്ങൾ ശരിക്കും എൻ്റെ മുറിയിലെ പ്രാർത്ഥന നിർഭരമായ ഒരു സമയമാണ് ചിലവഴിച്ചെങ്കിലും ഈ വചനം കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു, ദൈവ തിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവർ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ആ വചനം ഞാൻ നേരത്തെ പലകുറി കേട്ടിട്ടുള്ളതാണ്, പക്ഷെ കർത്താവ് ഇപ്പോഴെന്താണ് ഉദ്ദേശിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ വചനം അന്വേഷിച്ചിട്ട് നമ്പർ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ 11:6 നമ്പറുള്ളത്. ഹെബ്രായർ 11:6. ദൈവ തിരുസന്നിധിയിൽ പറഞ്ഞ് ദൈവ തിരുസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കണം. ഇത് മനോഹരമാണ് ശരിക്കും പറഞ്ഞ. അതായത് മനുഷ്യനെ രണ്ടായിട്ട് തിരിക്കുക. എന്താണ് രണ്ട് ഭാഗം മനുഷ്യർ? ഒന്ന്, ദൈവ തിരുസന്നിധി ശരണം ഗമിക്കുന്നവരും, രണ്ടാമത്തേത് എന്താണ്? ദൈവ തിരുസന്നിധി ശരണം ഗമിക്കാത്തവരും. പിടിയില്ലേ? വിശ്വാസികൾക്ക് ഒരു പുതിയ പേര് വന്നിരിക്കുക. ആരാണ് ഫെയ്ത്ത്ഫുൾ? ആരാണ് വിശ്വാസികള്? ആരാണത്? എന്തിനും ഏതിനും ദൈവ തിരുസന്നിധി ശരണം ഗമിക്കുന്നവർ.
അവരെന്താണ് വിശ്വസിക്കേണ്ടത്? അവർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഒന്ന്. രണ്ടാമത് എന്താ വിശ്വസിക്കേണ്ടവര്? തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വിശ്വാസിയുടെ മുമ്പ് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? ഒന്ന്, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ 50% തീർന്നു. രണ്ടാമത് എന്താണ് അവർ വിശ്വസിക്കുന്നത്? ദൈവത്തെ ശരണപ്പെടുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ജീവിതം പലപ്പോഴും ദൈവതിരുസന്നിധിയിലുള്ള ഒരു ശരണപ്പെടലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഇതൊരു വലിയ ആനക്കാര്യമാണ് എൻ്റെത്. അങ്ങനെയല്ല, ഇത് വലിയ കാര്യം തന്നെയാണ്. എന്താ സംഭവിച്ചാൽ മനുഷ്യന്മാരുടെ സ്വഭാവം എന്താണെന്നറിയാവോ? അതായത് വിശ്വാസി എന്ന് പറഞ്ഞത് ആരാണ്? എപ്പോഴാണ് അവൻ അവിശ്വാസിയാകണത്? വിശ്വാസി എന്ന് പറഞ്ഞത് ആരാണ്? അതായത് ദൈവ തിരുസന്നിധിയിൽ ശരണം പ്രാപിക്കുന്ന ആളാണ്. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പം നിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നീ ഉറപ്പിച്ചു വച്ചിരുന്ന വിവാഹം അത് എന്തോ സാങ്കേതിക തകരാറ് കൊണ്ട് അത് നടക്കാത്ത അവസ്ഥയായി, അല്ലെങ്കിൽ നിൻ്റെ ജോലി, അതല്ലെങ്കിൽ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവുകയായിരുന്നു, ഒരു 1.5 മാസം പ്രഗ്നൻസിയാണ്, പെട്ടെന്ന് അത് അബോർട്ടായിപ്പോയി. അപ്പോഴിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കും. അപ്പോഴിങ്ങനെ നടക്കുമ്പോൾ ആണ് നമ്മൾ ആരാണെന്നറിയണത്. എന്താണ്? ദൈവ തിരുസന്നിധിയിലാണ് ശരണം ഗമിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു രസം ഉണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ, ഒരു സ്കൂളിൽ നിന്ന് നേരത്തെ ഇരുന്ന മാനേജറിൻ്റെ രൂപം എടുത്ത് അവിടെ നിന്ന് മാറ്റി. അപ്പോൾ കുറേ അധ്യാപകർ പറയുകയാണ്, ഈ നേരത്തെ ഉണ്ടായിരുന്ന മാനേജറിൻ്റെ ഫസ്റ്റ് രൂപം, മരിച്ചുപോയ മാനേജറിൻ്റെ ഫസ്റ്റ് രൂപം ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ടാണ് സ്കൂളിന് ഇടർച്ച ഉണ്ടായത്. ചിലർ പറയും അങ്ങനെയല്ല, അത് എടുത്ത് ഇത് എവിടെയോ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടർച്ച ഉണ്ടായത്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, വാട്ട് ഈസ് ഹാപ്പനിങ്? ഞാൻ പറഞ്ഞു, ലെറ്റ് us see and pray. ഈ വിഷയം നമുക്കൊന്ന് പരിശോധിച്ചിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതല്ല എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ അധ്യാപകരെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചത്. എന്താ കാര്യം? ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ദൈവത്തിരുസന്നിധി ശരണം പ്രാപിക്കുന്നവർ ഇതുപോലെയുള്ള ഓമനിലൊന്നും വിശ്വസിക്കത്തില്ല. മനസ്സിലായില്ല? അതിൻ്റെ റീസണബിളായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അത് മനസ്സിലാക്കുന്നതിന് പകരം വേറെ ചില ദുഷ്ടശക്തികളുടെ സ്വാധീനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണത്. ഇപ്പം നീ അബോർട്ടായിപ്പോയി, ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് അബോർട്ടായിപ്പോയെന്ന് വിചാരിച്ചോ? ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഉടനെ അത് കേട്ടോണ്ടിരുന്ന അമ്മയോ അല്ലെങ്കിൽ അടുത്തുള്ള ആൻറ്റിമാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അയൽവാസി വീടും കൂടിയും വിറ്റുവിടുന്ന പോയിട്ടുള്ള അവളില്ലേ, അവൾ പറഞ്ഞിട്ടുണ്ട് നിന്നെയൊക്കെ ഇവിടെ പൊറപ്പിക്കത്തില്ല, വാഴിക്കത്തില്ല, നിൻ്റെ വീട്ടിൽ കുഞ്ഞിനെ വാഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ എന്തോ പരിപാടി ഒപ്പിച്ചിട്ടാണ് ഈ അബോർഷൻ സംഭവിച്ചതെന്ന് പറയും. ഇതാണ് സംഭവം. കണ്ടൊക്കെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ദൈവ തിരുസന്നിധിയിലല്ല അവർ ശരണം പ്രാപിച്ചത്. അവരെവിടെയാണ് ശരണം പ്രാപിച്ചത്? ദൈവത്തിന് വിരുദ്ധമായ തിന്മയുടെ ശക്തികളെ ഇതിൽ കക്ഷി ചേർക്കാൻ, അവിടെ വിഷയങ്ങൾക്ക് കക്ഷി ചേർക്കും. ദിസ് ഈസ് അവർ ട്രാവൽ. ഇതാണ് നമ്മുടെ പ്രശ്നം. അതായത് വിശ്വാസി എന്ന് പറഞ്ഞത് ആരാണ്? ഇപ്പം നീ വിശ്വാസി ആയിരിക്കുകയും അതേ സമയത്തിന് നിനക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങൾക്കും തിന്മയുടെ ശക്തി ഉണ്ടോ എന്ന് സംശയിക്കുകയും ചെയ്യുമ്പോൾ യു ആർ നോട്ട് എ ഫെയ്ത്ത്ഫുൾ. പറഞ്ഞ മനസ്സിലായില്ലേ? നീ വിശ്വാസിയായിരിക്കുകയും നിൻ്റെ ജീവിതത്തിൽ അശ്വരിപാദം പോലെ ഇതുപോലെ ആകസ്മികവും അവിചാരിതവുമായിട്ടുണ്ടാകുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തെക്കാളുപരി വേറെ ശക്തിയെ
നീ ചിന്തിച്ചു പോയാൽ നീ ആശ്രയിക്കുന്നത് ആരായിരിക്കും? തിന്മയുടെ സാക്ഷി. ദൈവമേതലേ, നിന്റെ ജീവിതത്തിലേക്ക് ഇതുപോലെ ആകസ്മികം ഉണ്ടാകുന്ന വിഷയത്തിൻ്റെ മേലെ മറ്റൊരു തിന്മയുടെ ശക്തിയെ, ദൈവത്തിൻ്റെ അതീതമായിട്ടുള്ള ഇതരമായിട്ടുള്ള ഒരു ശക്തിയെ ഇവിടെ കക്ഷി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു നിമിഷം മുതൽ യു ആർ നോട്ട് എ ഫെയ്ത്ത്ഫുൾ, നീ വിശ്വാസിയല്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? എന്തിനും ഏതിനും, ഏത് തകർച്ചയ്ക്കും രോഗത്തിനും കോവിഡിനും കടൽകയറ്റത്തിനും ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതാണ് 11:6 പറയണത്. ഹെബ്രായ ലേഖനം എന്താണ്? ദൈവതിരുസന്നിധി ഏറ്റു പറഞ്ഞേ, ദൈവതിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവരെ ദൈവം ഉണ്ടെന്നും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണെന്നും വിശ്വസിക്കണം. ശ്രുതികട ഹല്ലേലൂയ. ശരണം അർപ്പിച്ച് മുന്നേറുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.